ഹായ്, നമ്മൾ നെക്സ്റ്റ് നോക്കുന്നത് കമ്പാരിസൺ ടെസ്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. കമ്പാരിസൺ ടെസ്റ്റ് ഫോർ സീരീസ് ഓഫ് നോൺ നെഗറ്റീവ് ടേംസ്. അതായത് നിലവിൽ നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ്, സീരീസുകളുടെ കൺവെർജൻസിനെയും ഡൈവേർജൻസിനെയും കുറിച്ചാണ് നമ്മൾ ഇപ്പം ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ സീരീസിന്റെ കൺവെർജൻസ് നമുക്കൊരു കമ്പാരിസണിലൂടെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അതായത് അതിൽ നമുക്ക് തന്നിരിക്കുന്ന സീരീസ് കൺവെർജന്റ് ആണോ എന്ന് ചോദിച്ചാൽ അതിനോട് അടുത്ത് നിൽക്കുന്ന വേറൊരു സീരീസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള വേറൊരു സീരീസ് നോക്കിയിട്ട് അതിന്റെ കൺവെർജൻസ് വെച്ചിട്ട് നമ്മുടെ ഒറിജിനൽ സീരീസിനെ പറ്റി നമുക്ക് പറയാൻ പറ്റും. മനസ്സിലായി? അല്ലെങ്കിൽ നമുക്ക് തന്നിരിക്കുന്ന സീരീസ് ഡൈവേർജന്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിനോട് അടുത്ത് നിൽക്കുന്ന ടേംസ് ഒക്കെ വ്യത്യാസിക്കും, എന്നാൽ അതേപോലെ വരുന്ന വേറൊരു സീരീസ് വെച്ചിട്ട് കമ്പയർ ചെയ്തിട്ട് ഡൈവേർജന്റ് നമുക്ക് പറയാൻ പറ്റും. അത്തരം ഒരു കാര്യമാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പം ഒരു തിയറോട്ടാണ് പറയുന്നത്. അതിന് പ്രൂഫ് സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കുക. സ്റ്റേറ്റ്മെന്റ് പറയുന്നതാണ്, ലെറ്റ് സിഗ്മ യു എൻ ആൻഡ് സിഗ്മ ബി എൻ രണ്ട് സീരീസുകളാണ്. ഫസ്റ്റ് സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity യു എൻ, ഇതൊരു സീരീസ് ആണ്. മറ്റൊരു സീരീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സിഗ്മ എൻ ഈക്വൽ ടു 1 to infinity ബി എൻ. രണ്ട് സീരീസുകളാണ്. ഈ രണ്ട് സീരീസുകളിലെ ടേംസ് എല്ലാം എന്താണ്, നോൺ നെഗറ്റീവ് ടേംസ് ആണ്. അതായത് എല്ലാ യു എന്നുകളും എല്ലാ വി എന്നുകളും എന്താണ്, നെഗറ്റീവ്സ് അല്ല, എല്ലാവരും എന്താണ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ യു എന്നിന്റെ ഇവരെല്ലാവരും പോസിറ്റീവ് വാല്യൂസ് ഒക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ യു എന്നിന്റെ വാല്യൂവിനേക്കാളും എല്ലായ്പ്പോഴും വലുതോ തുല്യമോ ആയിരിക്കും വി എന്ന ടേംസ് ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സീരീസിനെ എഴുതും. ഇപ്പം u1 പ്ലസ് u2 പ്ലസ് എക്സെട്ര, അതേപോലെ രണ്ടാമത്തെ സീരീസിന് v1 പ്ലസ് v2 പ്ലസ് എക്സെട്ര എന്ന് എഴുതിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേജിന് ശേഷം, ചിലപ്പോൾ ഒരു 100ാമത്തെ ടേമിന് ശേഷം u1നുള്ള അതായത് u100ന് ശേഷം, ഇവിടെ ആകുമ്പോൾ v100ന് ശേഷം എല്ലായ്പ്പോഴും ഈ യുവിന്റെ ടേമിനേക്കാൾ വലുതോ തുല്യമോ ആയിരിക്കും വിയുടെ ടേംസ്. അതായത് അതിനെയാണ് നമ്മൾ സിമ്പിൾ ആക്കി ഇങ്ങനെ എഴുതിക്കുന്നത്. അതായത് ചുരുക്കി പറഞ്ഞാൽ u100നേക്കാൾ വലുതോ തുല്യമായിരിക്കും v100. അതേപോലെ u101നേക്കാളും അല്ലെ ഗ്രേറ്ററോ ഈക്വലോ ആയിരിക്കും v101. അതേപോലെ u102നേക്കാളും വലുതോ ഈക്വൽ ആയിരിക്കും v102. അതേപോലെ അങ്ങ് കണ്ടിന്യൂസ് ആണെന്ന് പോകും. അതിനെയാണ് നമ്മൾ ഇങ്ങനെ എഴുതുന്നത്, u1 is always greater than or equal to vn for every n greater than or equal to n. ഇപ്പൊ സീരീസിൽ ഒരു പർട്ടിക്കുലർ സ്റ്റേജിന് ശേഷം ടേംസുകൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ യുഎന്നേക്കാൾ വലുതായിരിക്കും ആര്, വി എൻ. അങ്ങനെയാണെങ്കിൽ എന്താണ് പ്രത്യേകത, നമ്മുടെ സീരീസ് സിഗ്മ വി എൻ കൺവെർജന്റ് ആണെങ്കിൽ സിഗ്മ യു എന്നും കൺവെർജന്റ് ആയിരിക്കും. അതേപോലെ രണ്ടാമത്തെ കണ്ടീഷൻ, സിഗ്മ യു എൻ ഡൈവർജന്റ് ആണെങ്കിൽ സിഗ്മ വി എന്നും ഡൈവർജന്റ് ആണ്. അതിന് കാര്യം എന്ന് പറയാം, നോക്കിയേ, യു എന്നിനേക്കാളും വലുതാണ് വി എൻ. ഒരു പർട്ടിക്കുലർ സ്റ്റേജിന് ശേഷം ഈ സീരീസിന്റെ പ്രത്യേകത പറയുമ്പോൾ സീരീസിൽ നിന്ന് കുറച്ച് ടേംസ് എടുത്ത് മാറ്റി എന്ന് പറഞ്ഞ് കൺവേർജൻസിനെ ബാധിക്കില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. കുറച്ച് ടേംസ് ഡിലീറ്റ് ചെയ്യുന്ന പറഞ്ഞ് സീരീസിന്റെ കൺവേർജൻസിനെ ബാധിക്കില്ല നമ്മൾ പഠിച്ചിട്ടുണ്ട്. എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഇത് ശരിയാക്കിയതല്ലേ, സിഗ്മ എൻ ഈക്വൽ ടു n to infinity un is greater than or equal to sigma n equal to 1 to infinity vn. ഇത് സത്യമായിരിക്കില്ലേ? കാരണം എന്താ, എന്നിന് ശേഷം ഒരു പർട്ടിക്കുലർ നാച്ചുറൽ നമ്പർ എന്നിന് ശേഷം എല്ലായ്പ്പോഴും യുഎനേക്കാൾ വലുതാണ് വി എൻ. എങ്കിൽ ആ മിച്ചം വന്ന ടേംസുകളെല്ലാം സം എടുത്തു കഴിഞ്ഞാൽ നാച്ചുറലി ഈ സിഗ്മ എൻ ഈക്വൽ ടു n to infinity un എന്ന് പറഞ്ഞ സീരീസിനേക്കാൾ വലുതായിരിക്കത്തില്ലേ സിഗ്മ എൻ ഈക്വൽ ടു ക്യാപിറ്റൽ ഇൻടു ഇൻഫിനിറ്റി വി എന്ന് പറഞ്ഞ സീരീസ്. എങ്കിൽ ഇയാള് കൺവെർജന്റ് ആണെങ്കിൽ നാച്ചുറലി ഈ ലെഫ്റ്റിൽ കിടക്കുന്ന ആൾ എന്തായിരിക്കും, കൺവെർജന്റ് ആണ്. കാരണം ഇതല്ലേ വലുത്, റൈറ്റ് ഹാൻഡിൽ കിടക്കുന്ന ആളുടെ സമ്മാണ് എന്ത്, വലുത്. അപ്പം അതിനേക്കാളും ചെറിയൊരു സംഖ്യ ആയിരിക്കും എന്ത്, ഈ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ വരാൻ പോണത്. അപ്പൊ അതുകൊണ്ടാണ് പറയുന്നത് സിഗ്മ വി എൻ കൺവെർജന്റ് ആണെങ്കിൽ നമ്മുടെ സിഗ്മ യു എന്നും കൺവെർജന്റ് ആയിരിക്കും. അതാണ് ഈ എഴുതിക്കുന്നത്. ഇനി അതേപോലെ നമ്മുടെ ഈ ലെഫ്റ്റ് സൈഡിൽ കിടക്കുന്ന ആൾ ഡൈവേർജന്റ് ആണെന്ന് ഡൈവേർജൻസ് മീൻസ് അത് ഇൻഫിനിറ്റിയിലേക്ക് പോകാമെന്ന് വിചാരിക്കുക. എങ്കിൽ ഈ ലെഫ്റ്റിൽ കിടക്കുന്ന ആളെക്കാൾ വലുതാണല്ലോ റൈറ്റിൽ വന്നിരിക്കുന്ന ടേംസ്, എങ്കിൽ അയാൾ എന്തായിരിക്കും, ഡൈവേർജന്റ്. മനസ്സിലായോ? അതായത് സിഗ്മ വി എൻ കൺവെർജന്റ് ആണെങ്കിൽ സിഗ്മ യു എൻ കൺവെർജന്റ്, അതേപോലെ സിഗ്മ യു എൻ ഡൈവേർജന്റ് ആണെങ്കിൽ സിഗ്മ വി എൻ ഡൈവേർജന്റ്. ഒരു ലോജിക് ഇതാണ്. ഈ സമ്മിന്റെ ഈ ഒരു റിലേഷൻ, അതാണ് നമുക്ക് ഈ ലോജിക്കിന് പിന്നുള്ള കാര്യം എന്ന് പറയുന്നത്.
അപ്പൊ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറയാം, നമുക്ക് ക്വസ്റ്റ്യൻ ഏതെങ്കിലും ഒരു സീരീസേ തരത്തുള്ളൂ, കമ്പയർ ചെയ്ത് കണ്ടുപിടിക്കേണ്ട നമ്മുടെ ജോലിയാണ്. അപ്പൊ ആരെ വെച്ചിട്ട് കമ്പയർ ചെയ്യണമെന്ന് നമ്മൾ തീരുമാനിക്കണം. ഓക്കെ, അപ്പോ സിമ്പിൾ ഒരു കോമൺ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ മോഹൻലാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ മമ്മൂട്ടി എന്നുള്ള ഒരു ടേം നമ്മൾ എന്ത് ഓട്ടോമാറ്റിക്കായിട്ട് വരും അല്ലെ, മനസ്സിലായേ? എന്ന് പറയുന്നത് പോലെ നമ്മൾ തന്നെ കമ്പയർ ചെയ്യേണ്ട ആളെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പൊ യേശുദാസ് എന്ന് പറയുമ്പോഴേ നമ്മൾ പെട്ടെന്ന് ജയചന്ദ്രൻ അടുത്ത കൂടെ നിൽക്കുന്ന ആളെന്ന രീതിയിൽ നമ്മൾ കമ്പയർ ചെയ്തില്ലേ. എന്ന് പറയുന്ന പോലെ കമ്പയർ ചെയ്യേണ്ട ആളെ പറ്റി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പം നമുക്ക് പ്രോബ്ലം ചെയ്യുന്നത് മനസ്സിലാവും ഡീറ്റെയിൽ ആയിട്ട്. ഓക്കെ, അതാണ് ഇവര് പറയുന്നത്. ഇപ്പൊ ഞാൻ പറഞ്ഞായിരിക്കണം ഇവര് പറയുന്നത്, ടു അപ്ലൈ ദ ഡയറക്റ്റ് കമ്പാരിസൺ ടെസ്റ്റ് വി നീഡ് ടു ഹാവ് ഓൺ ഹാൻഡ് എ ലിസ്റ്റ് ഓഫ് സീരീസ് ഹൂസ് കൺവേർജൻസ് ഓഫ് ഡൈവർജൻസ് വി നോ. നമുക്കറിയാവുന്ന കുറെ ഡൈവർജന്റും കൺവേർജനുള്ള സീരീസിന്റെ ലിസ്റ്റ് നമ്മുടെ മെമ്മറിയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, അതിനെ സഹായിക്കാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺവേർജൻസ് സീരീസുകളാണ് അവർ പറയുന്നത്. ഇമ്പോർട്ടന്റ് കൺവേർജൻസ് സീരീസ് അതിലൊന്ന് നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ജോമെട്രിക് സീരീസ് വിത്ത് മോഡ് ആർ ലെസ് ദാൻ 1 നമ്മൾ പഠിച്ചല്ലേ. കോമൺ റേഷ്യോ മോഡ് ആർ ലെസ് ദാൻ 1 ആണെങ്കിൽ അങ്ങനെയുള്ള ജോമെട്രിക് സീരീസ് കൺവേർജൻ ആണെന്ന് നമ്മൾ പഠിച്ച ഇത് നമുക്കറിയാം. ഇത് നമ്മൾ പഠിച്ചാണ്. സിഗ്മ n ഈക്വൽ ടു 1 to infinity 1 by n into n plus 1. ഇത് കൺവേർജൻ ആണെന്ന് നമ്മൾ പഠിച്ച, ഇത് പ്രൂഫ് നമ്മൾ പഠിച്ച. പിന്നെ അപ്പൊ ഇത് നമുക്കറിയാം, അപ്പൊ ഇത് മെമ്മറിയിൽ വേണം കേട്ടോ. പിന്നെ സിഗ്മ n ഈക്വൽ ടു 1 to infinity 1 by n ഫാക്ടോറിയൽ, ഈ സീരീസ് കൺവേർജൻ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. മറ്റൊന്ന് ഈ പി സീരീസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity 1 by n raised to p, ഇത് കൺവേർജന്റ് ആണ് when p strictly greater than 1. എനിക്ക് ഇതാണ് ലാസ്റ്റ് ലെക്ചറിൽ മറ്റൊന്ന് പഠിച്ചത്. ഓക്കെ, ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്, ഇതെല്ലാം കൺവേർജന്റ് സീരീസുകളാണ്. അപ്പോൾ കൺവേർജൻസ് ടെസ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന കുറെ കമ്പാരിസനെ പറ്റിയ ആൾക്കാർ നമുക്ക് കിട്ടി. ഇനി അതേപോലെ ഡൈവർജൻസിനെ പറ്റി പറയണമെങ്കിൽ കുറച്ച് ഡൈവർജന്റ് ഉള്ള ലിസ്റ്റ് നമുക്ക് വേണം. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡൈവർജന്റ് സീരീസിന്റെ ലിസ്റ്റ് ആണ് നോക്കുന്നത്. നമുക്കറിയാം ഈ ജോമെട്രിക് സീരീസിന്റെ കോമൺ റേഷ്യോ മോഡ് ആർ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 1 ആണെങ്കിൽ എന്താണെന്ന് അറിയാം, ഡൈവർജന്റ് ആണെന്ന് അറിയാം. അതേപോലെ പി സീരീസ് സിഗ്മ n ഈക്വൽ ടു 1 to infinity 1 by n raised to p ഡൈവർജന്റ് ആണ് എപ്പോൾ when p less than or equal to 1, അത് ഡൈവർജന്റ് ആണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. പിന്നെ വേറെ എന്താണ് n സീരീസ് സിഗ്മ un, നമുക്കറിയാം മറ്റേ ഒരു സീരീസ് ഉറപ്പായിട്ട് കിടക്കുകയാണെങ്കിൽ അതിന്റെ എന്ത് ടേമിന്റെ ലിമിറ്റ് എങ്ങോട്ട് പോകുമെന്ന് അറിയാം, 0ലേക്ക് പോകുമെന്ന് അറിയാം. എങ്കിൽ 0ലേക്ക് എന്ത് ടേം പോകാത്ത ആളുകളെല്ലാം തന്നെ എന്തായിരിക്കും, ഡൈവർജന്റ് ആയിരിക്കും. അതാണ് പറയുന്നത് any series sigma un for which limit n tends to infinity un does not exist or limit n tends to infinity un not equal to 0, ഇവരൊന്നും എന്താവത്തില്ല, കൺവേർജ് ചെയ്തില്ല, അവരെല്ലാം തന്നെ ഡൈവർജന്റ് ആയിട്ടുള്ള സീരീസുകളായിരിക്കും. അപ്പൊ ഇതൊക്കെ നമ്മൾ മെമ്മറിയിൽ വേണ്ട കാര്യങ്ങൾ, നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ പഠിച്ച കാര്യങ്ങളാണ്. ഇനി നമുക്കൊരു പ്രോബ്ലം ചെയ്ത് നോക്കാം. ക്വസ്റ്റ്യൻ ആണ്, does the following series converge? സീരീസ് ആണ് 8 plus 2 by 7 plus 1 plus 1 by 3 plus 1 by 2 plus 1 by 3 factorial plus 1 by 4 factorial plus 1 by n factorial. നിങ്ങൾ ഈ സീരീസിലെ ടേംസ് നോക്കിയിട്ട് ഈ സീരീസിൽ ഒരു കോമൺ പാറ്റേൺ, ഒരു പർട്ടിക്കുലർ പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ തൊട്ടാണ്? ഈ 1/2 തൊട്ടാണ് അതിലൊരു പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം 1/2 വേണമെങ്കിൽ നമുക്ക് ഇത് വിചാരിക്കാം, അതുകൊണ്ട് 1/2 ഫാക്ടോറിയൽ എന്ത് തന്നെയാണ്, 1/2 ആണ്. അപ്പൊ നോക്കി ഈ 8 plus 2 by 7 plus 1 plus 1 ഇതൊന്നും ഇവരോട് ഒരു മാച്ച് ഇല്ല. അപ്പൊ ഇത്ര ആൾക്കാർക്ക് ഒരു കോമൺ ബിഹേവിയർ ഇല്ല. ഒരു കോമൺ ബിഹേവിയർ സീരീസിന് സ്റ്റാർട്ട് ചെയ്യുന്നത് എവിടെ നിന്നിട്ടാണ്? ഈ 1/2 ഫാക്ടോറിയൽ അല്ലെങ്കിൽ 1/2 plus 1/3 ഫാക്ടോറിയൽ plus 1/4 ഫാക്ടോറിയലോട്ടാണ് ഒരു കോമൺ പാറ്റേൺ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്കറിയാം ഒരു സീരീസിൽ നിന്നും കുറച്ച് ടേംസ് എടുത്ത് മാറ്റിയെന്നും പറഞ്ഞ് പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, ഈ ബ്രാക്കറ്റിൽ ഞാൻ മാർക്ക് ചെയ്തിരിക്കുന്ന ഇത്രയും ടേംസിനെ എടുത്തെന്ന് കളഞ്ഞു. ഓക്കെ, എടുത്ത് കളഞ്ഞു, കുഴപ്പമൊന്നുമില്ല. മിച്ചം വരുന്ന ആരാണ്? 1/2 plus 3 ഫാക്ടോറിയൽ. എന്തായാലും 1/2 ഫാക്ടോറിയൽ ഞാൻ വിളിച്ചു, അതിനേക്കാളും വലുതോ തുല്യമോ ആയിരിക്കുമല്ലോ 1/2. ഓക്കെ, ഇനി 1/3 ഫാക്ടോറിയലിനേക്കാൾ വലുതായിരിക്കത്തില്ലേ 1/4? 1/4 നമുക്ക് എന്ത് വിളിക്കാം? 1/2 സ്ക്വയർ. കാരണം എന്താ പറയാ, 1/6 വലുതാണ് എന്ത്, 1/4 എന്ന് പറയുന്നത്. സത്യമല്ലേ? ഒരു സാധനത്തെ 6 ഭാഗിക്കുന്നതിനേക്കാളും കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാകത്തില്ലേ ഒരു വസ്തുവിനെ 4 ഭാഗിക്കുമ്പോൾ? അപ്പൊ അതുകൊണ്ടാണ് 1/3 ഫാക്ടോറിയൽ വലുതായിരിക്കും 1/2 സ്ക്വയർ. അതേപോലെ
1/4 ഫാക്ടോറിയലിനേക്കാളും വലുതായിരിക്കും ആര്? 1/2 1/8 ഞാൻ മാറ്റിയിട്ടാണ് 1/2. കാരണം 4 ഫാക്ടോറിയൽ എന്ന് വെച്ചാൽ എത്ര വരും? 4 12 24 1/24. ഇത് 1/8. 1/24 വലുതാണ് ആര്? 1/8. അപ്പൊ നോക്കിയേ, ഈ അഞ്ചാമത്തെ ടേം തൊട്ട് ബാക്കി എല്ലായ്പ്പോഴും ഈ ടേംസിന്റെ റിലേഷൻ ഇതാണ്. ഓക്കെ, ഇതിന്റെ അഞ്ചാമത്തെ ടേമിനേക്കാൾ വലുതാണ് ഇതിന്റെ അഞ്ചാമത്തെ ടേം, ഇതിന്റെ ആറാമത്തെ ടേമിനേക്കാൾ വലുതാണ് ഇതിന്റെ ആറാമത്തെ ടേം, ഇതിന്റെ ഏഴാമത്തെ ടേമിനേക്കാൾ വലുതാണ് ഇതിന്റെ ഏഴാമത്തെ ടേം. അപ്പൊ ഈ ഒരു പാറ്റേൺ കണ്ടിന്യൂ. സോ നമ്മൾ തന്നിരിക്കുന്ന സീരീസിനെ കമ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ജോമെട്രിക് സീരീസ് ഇവിടെ കൊണ്ടുവന്നു. ഓക്കെ, അതാണ് ഈ എഴുതി വെച്ചിരിക്കുന്നത്. കേട്ടോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ടേമുകളെ സം എടുക്കുക. ലെഫ്റ്റ് സൈഡിൽ വന്നിരിക്കുന്ന സീരീസിന്റെ ടേംസിനെ സം എടുക്കുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 1/2 ഫാക്ടോറിയൽ പ്ലസ് 1/3 ഫാക്ടോറിയൽ പ്ലസ് 1/4 ഫാക്ടോറിയൽ പ്ലസ് എക്സെട്ര. അതാണ് ലെഫ്റ്റ് സൈഡ്. അതിനേക്കാളും വലുതോ തുല്യമായിരിക്കും ആര്? 1/2 പ്ലസ് 1/4 പ്ലസ് 1/8 പ്ലസ് എക്സെട്ര. ഈ റൈറ്റ് കിടക്കുന്ന ആൾ. ഇത് ട്രൂ ആണല്ലോ. അപ്പൊ നമ്മൾ കമ്പാരിസൺ ടെസ്റ്റ് വെച്ചിട്ട് എന്ത് വിളിച്ചിട്ടുണ്ട്? റൈറ്റ് ഹാൻഡിൽ കിടക്കുന്ന ആൾ ആരാണ്? അതൊരു ജോമെട്രിക് സീരീസ് ആണ്. വിത്ത് കോമൺ റേഷ്യോ എത്രയാണ്? 1/2. സോ അതുകൊണ്ട് തന്നെ ഈ റൈറ്റ് ഹാൻഡ് സൈഡിൽ കിടക്കുന്ന സീരീസ് എന്ത് ചെയ്യും? അതൊരു കൺവെർജന്റ് സീരീസ് ആണ്. അപ്പൊ ഇത് കൺവെർജന്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും അതിന്റെ ലെഫ്റ്റിൽ വന്നിരിക്കുന്ന സീരീസ് എന്തായിരിക്കും? കൺവെർജന്റ് ആണ്. അപ്പൊ അതാണ് പറയുന്നത്, therefore the original series converge by the direct comparison test. നിങ്ങൾ നല്ലപോലെ വായിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. ഇനി അടുത്തൊരു ടെസ്റ്റ് കൂടെ പറയാം. പ്രോബ്ലം നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയേക്കാം. ഓക്കെ, പറയുന്നതാണ് ദ കോഷ്യന്റ് ടെസ്റ്റ്. കോഷ്യന്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ടേംസ് വരുന്ന രീതിയിൽ അല്ലെ എഴുതുന്നതിനാണ് നമ്മൾ കോഷ്യന്റ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതും റിലേറ്റ് ചെയ്തുകൊണ്ടൊരു ടെസ്റ്റ് ആണ്. പറയുന്നതാണ് സിഗ്മ UN സിഗ്മ VN എന്ന് പറയുന്നത് രണ്ട് സീരീസുകളാണ്. നേരത്തെ പറഞ്ഞ പോലെ ഈ രണ്ട് സീരീസുകളിലെയും എല്ലാ ടേമുകളും എന്താണ്? നോൺ നെഗറ്റീവ് ടേംസ് ആണ്. ഓക്കെ, രണ്ടുപേരും ടേംസ് നോൺ നെഗറ്റീവ് ആണ്. ഇനി എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അപ്പം ഈ ടേം ഇപ്പം സീരീസ് U1, അപ്പം U1 പ്ലസ് U2 പ്ലസ് U3 പ്ലസ് എക്സെട്ര, അതേപോലെ V1 പ്ലസ് V2 പ്ലസ് V3 പ്ലസ് എക്സെട്ര. കറസ്പോണ്ടിങ് ടേംസ് നമ്മൾ റേഷ്യോ എടുക്കുക. അതായത് U1/V1, U2/V2, U3/V3 ഇങ്ങനെ റേഷ്യോ എടുക്കുക. അപ്പൊ UN/VN ഈ രീതിക്ക് റേഷ്യോ എടുക്കുക. ഈ റേഷ്യോ എടുക്കുന്നതിന്റെ ലിമിറ്റ്, അതായത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി, ഈ റേഷ്യോ പോകുന്നത് ഒരു പർട്ടിക്കുലർ കോൺസ്റ്റന്റ് റോ എന്ന് പറഞ്ഞ സംഖ്യയിലേക്കാണ് ഇരിക്കട്ടെ. അതാണ് ഇരിക്കുന്നത് ലിമിറ്റ് n ടെൻസ് ടു ഇൻഫിനിറ്റി UN/VN ഈക്വൽ ടു റോ. അത് നമ്മൾ ലിമിറ്റ് വാല്യൂ എന്ന് വിളിക്കുന്ന പേരാണ് റോ എന്ന് വിളിക്കുന്നത്. ഇതൊരു ഫൈനൈറ്റ് നമ്പർ ആണെന്ന് ഇരിക്കട്ടെ. ഇതൊരു ഫൈനൈറ്റ് നമ്പർ ആവും. അതേപോലെ റോ പോസിറ്റീവ് ആണെന്ന് ഇരിക്കട്ടെ. റോയുടെ വാല്യൂ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണെന്ന് ഇരിക്കട്ടെ. എങ്കിൽ എന്താ പ്രത്യേകം എന്നറിയാമോ? നമ്മളിപ്പോ രണ്ട് സീരീസിൽ വന്നില്ലേ, UN ഉം VN ഉം. ഒന്ന് UN കൺവേർജ് ചെയ്യുകയാണെങ്കിൽ VN കൺവേർജ് ചെയ്യും. ഓക്കെ, ഇപ്പൊ UN ഡൈവേർജന്റ് ആണെങ്കിൽ VN ഡൈവേർജന്റ്. അത് രണ്ടുപേരുടെയും പ്രോപ്പർട്ടി സെയിം ആയിരിക്കും. കൺവേർജ് ചെയ്യുവാണെങ്കിൽ UN ഉം VN ഉം കൺവേർജ് ചെയ്യും. ഡൈവേർജന്റ് ആണെങ്കിൽ UN ഉം VN ഉം ഡൈവേർജന്റ്. അതേപോലെയൊക്കെ അവരുടെ ഒരു ബിഹേവിയർ മനസ്സിലായോ? അല്ലാതെ UN കൺവേർജ് ചെയ്തിട്ട് VN ഡൈവേർജന്റ് ആയി പോകുന്നു, അല്ലെങ്കിൽ VN കൺവേർജ് ചെയ്തിട്ട് UN ഡൈവേർജന്റ് ആയി പോകുന്നു, അങ്ങനെ വരില്ല. ഈ ലിമിറ്റ് വാല്യൂ റോ ഫൈനൈറ്റും പോസിറ്റീവ് ആണെങ്കിൽ ഈ സീരീസുകൾ UN ഉം VN ഉം കൺവേർജ് ചെയ്യാതായാലും ഡൈവേർജ് ചെയ്താലും ഒരുമിച്ച് സംഭവിക്കും. ഓക്കെ, അതൊരു പ്രോപ്പർട്ടി. ഇനി അടുത്തത്, ഈ റോ എന്ന ലിമിറ്റ് വാല്യൂ നിങ്ങൾക്ക് 0 ആണ് കിട്ടിയെന്നിരിക്കട്ടെ ആൻസർ ആയിട്ട്. മാത്രമല്ല നമ്മുടെ രണ്ടാമതെടുത്ത് VN എന്ന് പറഞ്ഞ സീരീസ് കൺവേർജന്റും ആണെന്നിരിക്കട്ടെ, എങ്കിൽ നമ്മുടെ UN ഉം കൺവേർജന്റ് ആയിരിക്കും. മനസ്സിലായോ? അതായത് റോയുടെ വാല്യൂ 0യും സിഗ്മ VN കൺവേർജ് ചെയ്യുകയും ചെയ്താൽ നമ്മുടെ സിഗ്മ UN കൺവേർജ് ചെയ്യും. ഇനി റോയുടെ വാല്യൂ ഒരു ഇൻഫിനിറ്റി ആണ് കിട്ടുന്നിരിക്കട്ടെ, അതേപോലെ സിഗ്മ VN ഡൈവേർജന്റും ആണെന്നിരിക്കട്ടെ, എങ്കിൽ നമ്മുടെ സിഗ്മ UN ഉം ഡൈവേർജന്റ് ചെയ്യും. പിടിക്കുക. അപ്പൊ ഇത് നിങ്ങൾ പഠിക്കണം കേട്ടോ, കാണാതെ എന്താ ഇത് മനസ്സിലിരുത്തി മെമ്മറിയിൽ സൂക്ഷിക്കേണ്ട റിസൾട്ട് ആണ്. അപ്പൊ നിങ്ങൾ കാണാതെ തന്നെ പഠിച്ചു വെക്കണം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ പ്രോബ്ലം ചെയ്യാം. ഞാൻ ഒന്നുകൂടെ പറയാം, രണ്ട് സീരീസുകൾ സിഗ്മ VN ഉം സിഗ്മ VN ഉം രണ്ടുപേരും നോൺ നെഗറ്റീവ് ടേംസ് ആണ് ഉള്ളത്. അവരുടെ കറസ്പോണ്ടിങ് ടേംസിന്റെ റേഷ്യോ എടുക്കുക. അതാണ് ഞാൻ ഈ മൂളി പറഞ്ഞത്, U1/V1, U2/V2, U3/V3 ആ രീതിക്ക് റേഷ്യോ എടുക്കുക. അങ്ങനെ കിട്ടുന്നത് എന്താണ്? ഒരു സീക്വൻസ് ആണ്. ശരിയല്ല, അതൊരു സീക്വൻസ് ഫോമിലല്ലേ കിട്ടുന്നത്.
ഈ സീക്വൻസിന്റെ ലിമിറ്റ്, അതാണ് ലിമിറ്റ് n ടെൻഡ്സ് ടു ഇൻഫിനിറ്റി un/v എന്ന് പറയുന്നത്. അത് നമ്മൾ വിളിച്ചൊരു പേരാണ് എന്ത്? റോ. ആ ലിമിറ്റ് വാല്യൂ വിളിച്ചതാണ് റോ. ആ റോ എന്ന് പറയുന്ന വാല്യൂ ഒരു ഫൈനൈറ്റ് നോൺ സീറോ വാല്യൂ ആണെങ്കിൽ ഈ സീരീസുകൾ രണ്ടും ഒരേപോലെ കൺവേർജ് ചെയ്യും, ഒരേപോലെ ഡൈവേർജ് ചെയ്യും. ഇനി റോ എന്ന് പറയുന്നത് ലിമിറ്റ് വാല്യൂ 0 ആയി പോവുകയും സിഗ്മ vn കൺവെർജന്റ് ആണെന്നും കൂടെ ഇരിക്കട്ടെ, എങ്കിൽ നമ്മുടെ സിഗ്മ un കൺവെർജന്റ് ആണ്. ഇനി റോ എന്ന് പറയുന്ന ആൾ ഇൻഫിനിറ്റിയും സിഗ്മ vn ഡൈവർജന്റിനും ആണെന്നിരിക്കട്ടെ, എങ്കിൽ നമ്മുടെ സിഗ്മ un എന്ത് ചെയ്യും? ഡൈവേർജ് ചെയ്യപ്പെടും. അപ്പൊ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, താങ്ക് യു.